തമ്പുരാന്റെ പ്ലാനില് ഏതൊരു ക്രൈസ്തവ മകനും മകളും എവിടെ പോയാലും തിന്മ മാറണം. പത്രോസും യോഹന്നാനും വഴിയെ പോയപ്പോൾ നിഴലടിച്ചെടുത്ത് പോലും മാറിയതുപോലെ തമ്പുരാന്റെ മക്കൾ എവിടെ ചെന്ന് കയറിയാലും തിന്മയൊക്കെ ഇടക്കേണ്ടവരായിട്ട് നടക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ സൗകര്യപൂർവ്വം മാറ്റിവെക്കണം. കുർബാനയെ പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മൾ കത്തോലിക്കർക്കുള്ള ഏറ്റവും ഊഷ്മളമായ ആരാധന, ദൈവാനുഭവ രീതി എന്ന് പറയുന്നത് ദീപികാരുണ്യ ആരാധനയാണ്. ഇല്ല, നമ്മളിവിടെ ഒത്തിരി മണിക്കൂർ ചെയ്യുന്നുണ്ട്. മനോഹരമായ ദൈവസാന്നിധ്യമാണ്, സംശയമൊന്നുമില്ല. എങ്കിലും ദീപികാരുണ്യ ആരാധനയല്ല ദൈവം വെച്ചിരിക്കുന്ന ഫൈനൽ ലക്ഷ്യം, ഫൈനൽ സ്റ്റേജ്. കുർബാനയെ പറ്റി വചനഭാഗം വായിക്കുമ്പം കുർബാന സ്ഥാപനത്തെ പറ്റി 4 വിവരണങ്ങളാണ് സുവിശേഷം ബൈബിൾ പുതിയ നിയമത്തിലുള്ളത്. 3 മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷങ്ങൾ അന്ത്യത്താഴത്ത് കുർബാന സ്ഥാപിക്കുന്നു. 1 കോരിന്തോസ് 11 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു കുർബാന സ്ഥാപിക്കുന്ന സംഭവം. ആ 4 വിശുദ്ധ കുർബാന സ്ഥാപന അന്ത്യത്താഴ സംഭവങ്ങൾ പറയുന്നിടത്തും ഈശോ പറയുന്നത് വാങ്ങി ഭക്ഷിക്കുവിൻ, അല്ലാതെ സക്കറാരി വെക്കാനോ അരുളിക്ക് വെക്കാനോ അങ്ങനെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിക്കാനോ ഈശോ പറഞ്ഞിട്ടില്ല. ഒരു കാര്യം, യോഹന്നാൻ ഈ കാര്യം പ്രതിപാദിക്കുന്ന അന്ത്യത്താഴ വിവരണത്തിലല്ല, മറിച്ച് യോഹന്നാൻ 6-ാം അധ്യായം കഫർനഹൂമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗ ജീവന്റെ അപ്പം, ആ പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ 9 വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കിക്കുവാണെങ്കിലും യോഹന്നാൻ 6 50 മുതൽ 58 വരെ, 50 ഉൾപ്പെടെ 58 വരെ 9 വാക്യങ്ങളുണ്ടല്ലോ. ഈ 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 പ്രാവശ്യം ആവർത്തിക്കുന്നൊരു വാക്കുണ്ട്. അതിൽ 9 പ്രാവശ്യവും ആ വാക്ക് ഈശോയുടെ വായിൽ നിന്ന് വരികയാണ്. 1 പ്രാവശ്യം യഹൂദർ തിരിച്ചു പറയുന്നതാണ്. ഏതാണ് ആ വാക്ക്? ഭക്ഷിക്കുക, ഭക്ഷിക്കണം, ഭക്ഷിച്ചാൽ, ഭക്ഷിച്ചില്ലെങ്കിൽ ഭക്ഷണമാണ്. ഇങ്ങനെ ഭക്ഷണം 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 9 1 10 പ്രാവശ്യമുണ്ട്. 9 വാക്കുകൾ ഈശോ തന്നെ 1 പ്രാവശ്യം പറയും. എന്ന് വെച്ചാൽ ജീവന്റെ അപ്പം വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് ഭക്ഷിക്കാനുള്ളതാണ്. പിന്നെ എന്തിനാ സക്കറാരി വെക്കുന്നത്, അരളിക്ക് വെക്കുന്നത്? അത് നമുക്ക് അജപാലനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കുർബാനയ്ക്ക് വരാൻ പറ്റാത്തവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ, രോഗികൾക്ക് മരണാശ്രമിക്കാൻ വേണ്ടി കുർബാന കഴിഞ്ഞ പാതി നമ്മൾ ഇച്ചിരി അപ്പം എടുത്ത് മുറിച്ച് മാറ്റി വെച്ച ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട്, അതുകൊണ്ട് ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തു. പല വീട്ടിൽ പോകേണ്ട ആവശ്യം വന്നപ്പം, ഒരു ദിവസം എത്തിയാതെ വന്നപ്പം ആ കുർബാന അർപ്പിച്ച് വീട്ടിൽ തന്നെ, അന്ന് പള്ളിയൊന്നുമില്ല, ആദ്യം വീട്ടിൽ തന്നെ അലമാരിക്കകത്ത് വെച്ചിട്ട് അപ്പസ്വരം പോയി. അടുത്ത ദിവസം ഇവിടെ ഡീക്കനെ പറഞ്ഞേപ്പിച്ച് അത് എന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി ഈശോയുടെ തിരുശരീരം ഇവിടെ അലമാരിക്കകത്ത് ഇരിപ്പുണ്ട്. അവരവിടെ പോയി ഇത് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടു, ഈശോയുടെ മിണ്ടാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ എടുത്ത് വെക്കേണ്ടി വന്നപ്പോൾ അവർ ഒരു പ്രത്യേക പെട്ടി ഉണ്ടാക്കി ഇപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ഈ പെട്ടിക്കകത്ത് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടി ഇവിടെ പ്രധാന ഹാളി വെച്ചോളാം, ഇത് പ്രാർത്ഥിക്കാവുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുഭവം കഴിഞ്ഞപ്പം ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളിത് കാണാവുന്ന പോലെ വെക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാക്കാം, അതാണ് അരുളിക്കാം. ഇതെല്ലാം മനോഹരമാണ്, വിശുദ്ധമാണ്, പൂർണ്ണം തന്നെ, ഒരു കുറവ് അതിനകത്തില്ല. നമുക്ക് അനുഭവമാണ് ദൈവ സാന്നിധ്യം. എന്നാൽ തമ്പുരാൻ ഇവിടെ കൊണ്ട് നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നമ്മിലേക്ക് വരണം. ഞാൻ ചോദിക്കട്ടെ, ആരാധന കഴിയുമ്പോൾ ഞാൻ അരുളിക്ക് എടുത്ത് ആശീർവദിച്ചിട്ട് ദിവികാരുണ്യ സാന്നിധ്യമുള്ള അരുളിക്ക ഞാനങ്ങ് നീട്ടുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അരുളിക്ക വീട്ടിൽ കൊണ്ടുപോകാം, ഈശോ ഉള്ള അരുളിക്ക എന്ന് പറഞ്ഞ് നീട്ടിയാൽ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുവോ? ഇല്ലേ? ആർക്കും വേണ്ടേ? വാങ്ങിക്കുവോ? കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന പോക്ക് എങ്ങനെയായിരിക്കും? അല്ലക്ക എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തരത്ത് പറയും, തിരി 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 കൊണ്ടുപോവാ, പൂക്കൾ കൊണ്ടുവന്നേ, മിണ്ടാൻ വന്ന മിണ്ടല്ലോ ഈശോ, ഇങ്ങനെയല്ലേ പോകുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പോക്കല്ലേ ഓരോ ദിവസവും കുർബാന സ്വീകരണം കഴിഞ്ഞ് നീലറ നേറ്റ് പോകുമ്പോൾ നമ്മൾ പോകുന്നത്? നോക്കിക്കേ, നമ്മുടെ മണ്ടത്തരം കണ്ടോ? കണ്ണുകൊണ്ട് കാണാവുന്ന പണിക്കന്മാരുണ്ടാക്കിയ സ്വർണം പൂശ കതിരുള്ളത് കാണുമ്പോൾ ഒയ്യോ ഇങ്ങനെ നിൽക്കും. അതേ തമ്പുരാൻ അതിനു മുമ്പ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു മൈൻഡുമില്ല. നോക്കിക്കേ, യഥാർത്ഥത്തിൽ ഇതാണ് നമ്മൾ ഓരോരുത്തരെയും ചലിക്കുന്ന അരുളിക്കയാക്കി ദിവസവും ഈശോ മാറ്റുകയാണ്, ദിവസവും ഈശോ മാറ്റുകയാണ്. കണ്ടോ, ദൈവം കൂടെയുള്ള വ്യക്തി. അങ്ങനെ നമ്മൾ ചെന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ, നിഴല് വീടുന്നിടത്ത് പോലും മറ്റന്മാർ മാറും. പൂർവ്വപിതാവായ ജോസഫ് പൊത്തിപ്പറിൻ്റെ വീട്ടിൽ കൂടെ നടന്നപ്പം, വയലിൽ കൂടെ നടന്നപ്പോൾ വയലിൽ പോലും മാറ്റം ഉണ്ടായി നമ്മൾ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? ജെറിക്കോ പ്രാർത്ഥനയാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ദൈവസാന്നിധ്യമുണ്ട്.
അപ്പോൾ ഈ ജെറിക്കോ പ്രാർത്ഥന പ്രത്യേകിച്ച് ഒരു വീടിന് വേണ്ടി പറമ്പിന് വേണ്ടി മാത്രം കുറേ ദിവസത്തേക്ക് ചെയ്യേണ്ട വിഷയമല്ല. തമ്പുരാൻ്റെ പ്ലാനിൽ ഏതൊരു ക്രൈസ്തവ മകനും മകളും എവിടെ പോയാലും തിന്മ മാറണം. പത്രോസും യോഹന്നാനും വഴിയെ പോയപ്പോൾ നിഴലടിച്ചെടുത്ത് പോലും മാറിയതുപോലെ തമ്പുരാൻ്റെ മക്കൾ എവിടെ ചെന്ന് കയറിയാലും തിന്മയെ കീഴടക്കേണ്ടവരായിട്ട് നടക്കേണ്ടവരാണ്. പക്ഷെ നമ്മളിത് സൗകര്യപൂർവ്വം മാറ്റിവെക്കണം. അപ്പോൾ ഈ ആരാധന, നമ്മുടെ കത്തോലിക്ക ദിവ്യകാരുണ്യ ആരാധനയുടെ ഒരു 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 വാക്കുപയോഗിക്കും ശരിയല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരു കെണി അതിനകത്തുണ്ട്. എന്താണെന്നറിയാവോ? ദൈവം നമ്മുടെ കൂടെ ആകാൻ വേണ്ടിയിട്ടാണ് കുർബാന സ്ഥാപിച്ചത്. ഈ അപ്പം ഭക്ഷിക്കുന്നത് ഞാൻ അവരിലും വസിക്കും, എപ്പോഴും നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് സൗകര്യം എന്താ? എപ്പോഴും ദൈവം കൂടെ വന്ന പ്രശ്നമാണ്. എപ്പോഴും ദൈവം കൂടെ പ്രശ്നം. ദൈവം പള്ളിക്കകത്തിരിക്കുകയാണെങ്കിൽ കാണേണ്ട ആവശ്യമുള്ളപ്പോൾ വന്ന് കയറി ഷോളൊക്കെയിട്ട് ഭംഗിയാക്കി ഇട്ടിക്കുമ്പിട്ട് ആരാധിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം. ഏത് വൃത്തികേടിനും പോകാം, ഏത് വൃത്തികേടും ചെയ്യാം, എല്ലാ പരിപാടിക്കും പോകാം. തമ്പുരാൻ അകത്തല്ലേ, നമ്മളിവിടെ പുറത്താണ്. നമ്മൾ നോക്കിക്കേ, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വരാൻ ആഗ്രഹിച്ച തമ്പുരാനെ പിന്നെ മാറ്റി വെച്ചിട്ട് നമ്മൾ നടക്കുക നമ്മുടെ വഴിക്ക്. ജോസഫ് കണ്ടില്ലേ, പൊത്തിപ്പൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, തമ്പുരാൻ നിനക്കാത്ത ഞാൻ ചെയ്യാല, ഞാൻ ചലിക്കുന്ന അരുളിക്കാണെന്ന് എനിക്ക് ബോധ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ, അനുഭവമായി കഴിഞ്ഞാൽ, ഞാൻ എവിടെ പോയാൽ ആര് കണ്ടു കണ്ടില്ല കേട്ടോ കേട്ടില്ല എന്നുള്ളതല്ല, എൻ്റെ തമ്പുരാൻ നിനക്കാത്തത് എന്നെ കേട്ടത്തില്ല. അതാണ് നമ്മുടെ ദൈവരാജ അനുഭവം. ദൈവരാജ അനുഭവം കണ്ടോ? ഇങ്ങനെ നമ്മൾ ആകേണ്ടത്. ഈ അനുഭവത്തിൽ തെളിയുന്ന അമ്മദ്രേസ്യ പറയുന്ന ആഭ്യന്തര കർമ്മ ആത്മീയം നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം അറിഞ്ഞേ, എപ്പോഴും നമ്മുടെ ദൈവസാന്നിധ്യമുണ്ട്. അതിലേക്ക് വരുമ്പോൾ മനോഹരമായ അനുഭവമാണ്. നമ്മൾ പള്ളി വന്ന് കയറുമ്പോൾ ആഘോഷമായിട്ട് കൊമ്പിട്ട് ആരാധിച്ച് ഇങ്ങനെ കാണിക്കും. പുറത്തിറങ്ങുമ്പോൾ അതേ തമ്പുരാൻ അകത്തുണ്ട്, ഒരു മൈൻഡും ഇല്ല. അങ്ങനെയല്ല, പുറത്ത് പോകുമ്പോൾ തമ്പുരാൻ കൂടെയുണ്ട്, അകത്ത് വരുമ്പോൾ തമ്പുരാൻ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് വേറൊരു ബന്ധമാണത്, വേറൊരു ബന്ധമാണ്. ഇങ്ങനെ ആകണം. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി മുതൽ എന്ന് കുർബാന സ്വീകരിച്ചിട്ട് ഏറ്റു പോകുമ്പോൾ ഓർത്തോണം, ഞാൻ ചലിക്കുന്ന അരുളിക്കായിട്ട് മാറിയിരിക്കുകയാണ്. ആ തമ്പുരാൻ നിരക്കാത്തതൊന്നും എനിക്ക് വേണ്ട. ഇങ്ങനെ പോകണം ജോസഫിനെ പോലെ. അത് കരുത്താണ്. ഞാൻ ചവിട്ടി കയറുമ്പം ആ ബോധ്യത്തിൽ നമ്മൾ ചെന്നാൽ, നമ്മൾ ചവിട്ടി കയറുമ്പോൾ തിന്മ മാറും. നമ്മുടെ നിഴലടിച്ചാൽ പോലും മാറ്റം വരും.